റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 13-ാമത് വാക്യം. റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 13-ാമത് വാക്യം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാണ്. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. പ്രൈസ് ഗോഡ്. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി നന്ദി പറയുന്നു. ഈ ആരാധനയുടെ ദിവസം, ഈ കർത്തൃ ദിവസത്തിൽ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ ദൈവം ഞങ്ങളെ ആരോഗ്യത്തോടെ, ബലത്തോടെ, ക്ഷേമത്തോടെ, അഭിഷേകത്തോടെ കൂട്ടിവരുത്തിയ അങ്ങയുടെ മഹാകരുണയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ഈ വചനത്തിന്റെ ആഴങ്ങൾ ഇന്ന് പകൽ കർത്താവെ ഞങ്ങളുടെ നടുവിലങ്ങ് വെളിപ്പെടുത്തേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന സന്തോഷവും സമാധാനവും കർത്താവേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇന്ന് പകൽ പ്രാപിച്ചെടുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സകലതും നന്മയ്ക്കായി ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ഒരിക്കൽ കൂടി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യാശ നൽകുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതമൊക്കെ പ്രത്യാശയുമായി ബന്ധപ്പെട്ട ജീവിതമാണ്, അല്ലേ? പ്രത്യാശയാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. ഹോപ്പ്, അല്ലെങ്കിൽ ആ പ്രതീക്ഷയും പ്രത്യാശയുമാണ് നാം ഇതുവരെ എത്തി നിൽക്കുന്നത്. പലതും പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, പലതും നേടുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, പലതിലും ഒന്ന് ഉറയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, ഇന്നും നമ്മെ നിലനിർത്തുന്ന ശക്തി എന്ന് പറയുന്നത്, ഇന്ന് നമ്മളെ ബലപ്പെടുത്തുന്ന ശക്തി എന്ന് പറയുന്നത്, മുമ്പോട്ട് പോകുവാൻ നമുക്ക് കരുത്ത് പകരുന്ന പിന്നിലെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ പ്രതീക്ഷയാണ്, നമ്മുടെ പ്രത്യാശയാണ്. ഹല്ലേലൂയ. അതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ പ്രത്യാശ നൽകുന്നത് ദൈവമാണ്. സ്തോത്രം. ഇവിടെ എങ്ങനെയല്ലേ വായിക്കുന്നത്, അല്ലേ? എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം, സങ്കീർത്തനം 39:7 വരുമ്പോൾ ഞങ്ങൾ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. 33-ാം അധ്യായം 17 മുതൽ 22 വരെ വായിക്കുമ്പോഴും അവിടെയും കാണാൻ കഴിയുന്നത് ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ ദൈവത്തിൽ പ്രത്യാശ വെക്കുകയാണ്. പ്രത്യാശ നൽകുന്ന ദൈവത്തിൽ പ്രത്യാശ വെക്കുകയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. പ്രത്യാശ ദൈവമാണ് പ്രത്യാശ നൽകുന്നത്. അപ്പോൾ ദൈവമാണ് അതിന്റെ സോഴ്സ്, ദൈവമാണ് അതിന്റെ ഉറവിടം. നിന്റെ പ്രതീക്ഷയുടെ, നിന്റെ പ്രത്യാശയുടെ ഉറവിടം എന്ന് പറയുന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ആ പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയണം. കാരണം അതിന്റെ ഉറവിടം ആരാണ്? ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ഉറപ്പ് നമ്മുടെ പ്രത്യാശയിൽ നമുക്കുണ്ടാവും. ഇവിടെ പ്രത്യാശ എന്ന പദം കൊണ്ട് ഈ റോമാലേഖന കർത്താവ് അർത്ഥമാക്കുന്നത് നമുക്കറിയാം. ആ കാലഘട്ടങ്ങളിൽ ഈ റോമാലേഖനത്തിനകത്ത് പൗലോസ് അതിശക്തമായ ആലോചനകൾ കൈമാറുന്നത്, അല്ലെങ്കിൽ ജാതികളും യഹൂദന്മാരും ഒന്നാണ് ദൈവത്തിൽ. അത് പഠിപ്പിച്ചു വരുമ്പോഴാണ് പൗലോസ് ഈ സമാധാനത്തെക്കുറിച്ച്, പ്രത്യാശയെക്കുറിച്ച്, സന്തോഷത്തെക്കുറിച്ചൊക്കെ വിശദമാക്കുന്നത്. നമ്മളോടൊപ്പം ജാതികൾക്കും ഈ പ്രത്യാശയിൽ അംഗമാകുവാൻ കഴിയും. എന്താണ് പ്രത്യാശ? നിത്യതയാണ് പ്രത്യാശ. ദൈവത്തോടു കൂടെ വസിക്കുന്നതാണ് പ്രത്യാശ. നമുക്കറിയാം പൗലോസിന്റെ മാസ്റ്റർ പീസ് ലേഖനമാണ്, അല്ലെങ്കിൽ ഒരു കലാകാരന്റെ ഏറ്റവും ഏറ്റവും പ്രയോജനകരമായ, ഏറ്റവും വലിയതായ, അല്ലെങ്കിൽ ഏറ്റവും മാസ്റ്റർ പീസായ ഒരു സൃഷ്ടി ഉണ്ടെങ്കിൽ അതിനെ മാസ്റ്റർ പീസ് എന്ന് നമ്മൾ വിളിക്കുന്നത് പോലെ പൗലോസിന്റെ മാസ്റ്റർ പീസ് ലെറ്ററാണ് റോമാലേഖനം എന്ന് പറയുന്നത്. സ്തോത്രം, സ്തോത്രം. അതിനകത്ത് പൗലോസ് ഇവിടെ നൽകി തരുന്നത് പ്രത്യാശയുള്ളവനായി എന്ത് ചെയ്യണം? നമ്മൾ മാറണം. അതായത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആ പ്രത്യാശയിലുള്ള സമാധാനവും സന്തോഷവും കൊണ്ട് നമ്മൾ നിറയണം എന്ന് പൗലോസ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അപ്പൊ നമ്മുടെ പ്രത്യാശയിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മിലേക്ക് വന്നു നിറയും. അപ്പൊ പ്രത്യാശ എന്ത് ചെയ്യണം? നൽകുന്ന ദൈവമാണ്. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ പറയുവാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നു.
നിങ്ങൾ വായിക്കാം 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. 1 തെസ്സലോനിയൻസ് 1:3. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവും. അവിടെ പ്രത്യാശയിൽ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണമെന്ന്. പ്രത്യാശയിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? ഒന്ന്, പ്രത്യാശയിൽ നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തക്ക നിലയിൽ, നമ്മുടെ പ്രത്യാശ ചോർന്നു പോകത്തക്ക നിലയിൽ, പ്രത്യാശ തകർന്നു പോകത്തക്ക നിലയിൽ വെല്ലുവിളികൾ ഉണ്ടാകാം. പക്ഷെ അവിടെയും നമ്മുടെ പ്രത്യാശ സ്ഥിരതയുള്ളതായിരിക്കണം. സ്തോത്രം. എങ്കിലും നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ ആ പ്രതീക്ഷ നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയും. എന്തായാലും നമ്മൾ വാശിയുള്ളവർ അല്ലേ? സ്തോത്രം. ആ വാശി നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരോധമായി, നമ്മുടെ പ്രത്യാശയ്ക്ക് വിരോധമായി പലതും സംഭവിക്കുമ്പോൾ വാശിയോടെ ആ പ്രത്യാശയെ പിടിച്ചെടുക്കുവാൻ കഴിയണം. കാരണം ആ പ്രത്യാശയിലാണ് അതിൻ്റെ അകത്ത് സമാധാനവും സന്തോഷവും ദൈവം നൽകിയിരിക്കുന്നത്. മനസ്സിലാക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്വന്തം ചെയ്യുന്നു. നിന്റെ പ്രതീക്ഷയ്ക്ക് വിരോധമായി സംഭവിക്കുമ്പോൾ അവിടെ നീ ബലത്തോട് സ്ഥിരതയോടെ നിന്നെ പിടിക്കണം. കാരണം ആ പ്രത്യാശയ്ക്കകത്ത് നിന്റെ വിഷയത്തിനകത്ത് മറുപടി കിടപ്പുണ്ട്, സന്തോഷം കിടപ്പുണ്ട്, ആരാധന കിടപ്പുണ്ട്, സൗഖ്യം കിടപ്പുണ്ട്, അതിനകത്ത് നിന്റെ ഉറപ്പ് കിടപ്പുണ്ട്. അതുകൊണ്ട് പ്രത്യാശയിൽ സ്ഥിരത പുലർത്തുന്നവരായി മാറും. എന്തുകൊണ്ടാണ് ഈ കാലഘട്ടങ്ങൾ ആത്മഹത്യകൾ പെരുകുന്നത്, കുടുംബ ജീവിതങ്ങൾ താറുമാറായി പോകുന്നത്, വേദനാജനകമായ അന്തരീക്ഷങ്ങൾ സമൂഹങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രതീക്ഷ നഷ്ടപ്പെട്ടവന്റെ ലക്ഷണമാതൊക്കെ. യേശുവിന്റെ നാമത്തിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയവൻ തകർന്നു പോകുന്നു. അവൻ തകരുകയല്ല, അവൻ മുഖാന്തരം ഒരുപക്ഷെ ആ കുടുംബം തകരുന്നു, അവനുമായി ബന്ധപ്പെട്ട മേഖലകളെല്ലാം തകരുന്നു. ഒറ്റ കാരണം, അവന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി, അവന് പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി, അവന് പ്രതീക്ഷിക്കാൻ വകയില്ല. എന്നാൽ ദൈവമക്കളെ, നമ്മൾ അങ്ങനെയല്ല. നമുക്ക് പ്രത്യാശ നൽകുന്നത് ഒരു ദൈവമാണ്. നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് ദൈവമാണ്. അവിടുത്തെ ഉറവിടം ഒരിക്കലും നശിക്കുകയില്ല. ലോകത്തിന്റെ പ്രതീക്ഷകൾ അവസാനിച്ചാലും, ലോകത്തിന്റെ പ്രത്യാശകൾ അവസാനിച്ചാലും, നീ ആഗ്രഹിക്കുന്ന, നീ പ്രാർത്ഥിക്കുന്ന, നീ നേടിയ വിഷയത്തിന്റെ പേരുള്ള പ്രതീക്ഷകൾ അസ്തമിച്ചാലും, നിന്റെ ദൈവമാണ് നിന്റെ സോഴ്സ്, നിന്റെ ദൈവമാണ് നിന്റെ ഉറവിടം. അവിടെ നശിക്കുകയില്ല. വാശിയോടെ നീ ആ പരീക്ഷയിൽ സ്ഥിരത പുലർത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ നീ വെച്ചിരിക്കുന്ന പ്രത്യാശ, നീ ദൈവത്തിൽ വെച്ചിരിക്കുന്ന പ്രത്യാശയെ ഒരു സാഹചര്യത്തിലും തകർക്കുവാൻ കഴിയുകയില്ല. 1-2 വെല്ലുവിളികൾ നിനക്കെതിരെ വന്നാലും നിന്റെ പ്രത്യാശയെ ഭംഗം വരുവാൻ അവൻ സമ്മതിക്കുകയില്ല. പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരാണ്. നമ്മളെ അസ്ഥിരമാക്കുന്ന പലതുമുണ്ട്. നമ്മുടെ വിശ്വാസത്തിൽ, അഭിഷേകത്തിൽ, ജീവിതത്തിൽ, പ്രത്യാശയിലൊക്കെ നമ്മളെ അസ്ഥിരമാക്കി കളയുന്ന വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം. പക്ഷെ ഹൃദയത്തിന്റെ അകതാരിൽ ഇന്ന് വക നിങ്ങൾ ഉറപ്പിക്കണം. മനസ്സിന്റെ അകത്ത് ഇന്ന് വക തൻ്റെ ഇടത്തോടെ ഉറപ്പിക്കണം. എൻ്റെ പ്രത്യാശ എൻ്റെ കർത്താവ്. എൻ്റെ പ്രതീക്ഷ വെച്ചിരിക്കുന്ന ലോക മനുഷ്യരിലില്ല. അവിടെ നിന്ന് എനിക്കൊന്നും പ്രതീക്ഷിക്കാനില്ല. ഈ ലോകത്തിലെ വൈദ്യന്മാരിലോ ഈ ലോകത്തിലെ പ്രഭുക്കന്മാരിലോ ആശ്രയിക്കുന്നതിനേക്കാൾ എൻ്റെ പ്രത്യാശ എൻ്റെ സ്വർഗത്തിൽ ഞാൻ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് എനിക്കൊരു നെഗറ്റീവ് വന്നാൽ എനിക്ക് ഭാരമില്ല. ഈ ലോകത്തിൽ എൻ്റെ പ്രത്യാശയ്ക്ക് ചിലതൊക്കെ ഇടിവ് സംഭവിച്ചാൽ എനിക്ക് പ്രയാസമില്ല. കാരണം എന്റെ പക്കൽ എനിക്കറിയാം എൻ്റെ പ്രത്യാശ ഞാൻ വെച്ചിരിക്കുന്നത് സ്വർഗത്തിലാണ്. അതുകൊണ്ട് ഒരു പ്രത്യാശ സ്ഥിരതയുള്ളതായിരിക്കും. ഉറപ്പിക്കണമെന്ന് പകൽ നമ്മുടെ പ്രത്യാശ എന്തായിരിക്കണം? സ്ഥിരതയുള്ളതായിരിക്കണം. നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് റോമാലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ തന്നെയും അവിടെ ഒരു പദം കിടപ്പുണ്ട്. 13-ാമത്തെ വാക്യത്തിനകത്ത് കിടക്കുന്നത് പ്രത്യാശയിൽ നിങ്ങൾ സമൃദ്ധിയുള്ളവരാകണം. സ്തോത്രം, സ്തോത്രം. ഒന്ന്, പ്രത്യാശയിൽ നിങ്ങൾ സ്ഥിരതയുള്ളവരാകണം. രണ്ടാമത്, പ്രത്യാശയിൽ നിങ്ങൾ സമൃദ്ധിയുള്ളവരാകണം. റോമാലേഖനം 15-13.
വാക്യങ്ങൾ എഴുതി കുറിച്ചിട്ടെങ്കിൽ നല്ലതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരാകുക. 1 തെസ്സലോനിയൻസ് 1:3 പ്രത്യാശയിൽ അതുപോലെ സമൃദ്ധിയുള്ളവരാകുക എന്ന് പറയുന്നത് ഈ വാക്യത്തിനകത്ത് റോമാലേഖനം 15-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലാണ്. നമ്മുടെ പ്രത്യാശയിൽ എന്താകണം? സമൃദ്ധിയുള്ളവരായി മാറണം. പ്രത്യാശയിൽ സമൃദ്ധി ഉണ്ടായാൽ നിന്റെ പല മേഖലകളിലും ആ സമൃദ്ധി വെളിപ്പെടും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വാക്യത്തിലേക്ക് കയറി വരാം. ഇത് ഞാൻ അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്നതാണ്. പ്രാധാന്യം എന്താണ് പ്രത്യാശയുടെ? ഒന്ന്, പ്രാധാന്യം എന്ന് പറയുന്നത് ദൈവത്തിന് ദൃഷ്ടി പതിയുന്നു. ഞാൻ അവസാനം പറയാം, അന്നേരം എഴുതിയാൽ മതി. ദൈവത്തിന് ദൃഷ്ടി പ്രത്യാശയുള്ളവരുടെ മേൽ പതിയുന്നുണ്ട്. രണ്ടാമത് യിരെമ്യാവിന്റെ പുസ്തകത്തിനകത്ത് വായിക്കുന്നത് ദൈവത്തിന്റെ അല്ലെങ്കിൽ നിനക്കൊരു ശുഭഭാവി വരുവാൻ. പ്രത്യാശയിൽ ശുഭഭാവി ഉണ്ടാകുന്നു. അതുപോലെ പ്രത്യാശയിൽ ദൈവത്തിന് ദൃഷ്ടി പതിയുന്നു. അപ്പോൾ നിങ്ങൾ സമൃദ്ധിയുള്ളവരാകുമ്പോൾ നിങ്ങളുടെ ഭാവി സമൃദ്ധമായി മാറുക. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അതിനർത്ഥം ഇന്ന് നീ എന്ത് പ്രത്യാശിക്കുന്നുവോ അത് നാളെ നീ പ്രാപിക്കുക. നിന്റെ നാളുകളിൽ നീ പ്രാപിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് നീ പ്രത്യാശിക്കുന്ന മറന്നുവാ. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് തകർച്ചയ്ക്കകത്തും പ്രതീക്ഷിക്കണം. സമൃദ്ധി ഇല്ലാത്ത അനുഭവത്തിനകത്ത് ചിലപ്പോൾ ദാരിദ്ര്യമായിരിക്കാം പ്രത്യാശയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നീ ആ പ്രത്യാശയിൽ സമൃദ്ധിയുള്ള ആളായി മാറിയാൽ നീ എന്തിൽ പ്രത്യാശിക്കുന്നോ അതിൽ നിനക്ക് സമൃദ്ധി ഉണ്ടാവുക. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങൾ പ്രത്യാശയിൽ എന്തുണ്ടാവരാകണം? സമൃദ്ധിയുള്ളവരായി മാറി. അബണ്ടൻസ് എന്ന പദമാണ്. ആ സമൃദ്ധിയുള്ളവരായി നമ്മൾ മാറണം. സ്വതന്ത്രം ഇച്ചിരി പ്രയാസമാണ് അല്ലേ? പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരുവനോട് സമൃദ്ധി ഉണ്ടാകുക എന്ന് പറയുന്നത്, ഉള്ള പ്രത്യാശയും കൂടെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരാളോട് സമൃദ്ധിയുള്ളവരാകുക എന്ന് പറയുമ്പോൾ ഇത് മനസ്സിന്റെ തലമാണ്. സ്വതന്ത്രം നമ്മുടെ ഹൃദയവും മനസ്സുമായി ബന്ധപ്പെട്ടൊരു മേഖലയാണ്. സ്തോത്രം. നിന്റെ ഹൃദയം അവിടെ ഉറച്ചിരിക്കുന്നുവെങ്കിൽ, സത്യത്തിൽ ഹൃദയം ഉറക്കുന്നില്ല. കാരണം നമ്മുടെ മുമ്പിൽ നടക്കുന്നതെല്ലാം നമ്മുടെ കണ്ണാലെ കാണുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്, നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങൾക്കകത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉറക്കാൻ കഴിയുന്നില്ല, പ്രത്യാശയിൽ ഉറക്കാൻ കഴിയുന്നില്ല. പക്ഷെ നിന്റെ അകതാരിൽ ഉറപ്പിക്കുന്ന ഒന്നുണ്ട്. അതാണ് ഈ വചനത്തിൽ പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. പൗലോസിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങളിൽ, അല്ലെങ്കിൽ അഭിഷിക്തന്മാരുടെ പ്രത്യാശകൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങളിൽ അവരെ പലതിനെയും തിരിച്ചു പിടിച്ചത് ആത്മാവിന്റെ ശക്തിയാൽ അവർ ബലത്തോടെ ആരാധിച്ചപ്പോൾ അവരുടെ പ്രതീക്ഷയ്ക്ക് വിരോധമായി ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായി. സമൂഹത്തിന്റെ പ്രതീക്ഷയ്ക്ക് വിരോധമായി ദൈവിക ഇടപെടലുകൾ ഉണ്ടായി. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാൻ, നീ സമൃദ്ധിയുള്ളവരായി മാറണമോ? പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന പ്രത്യേക സാഹചര്യത്തിൽ നടുവിലും നിനക്ക് സമൃദ്ധിയോടെ ഇരിക്കാൻ കഴിയും. ആത്മാവിന് നീ ബലം കൊടുത്താൽ. അവിടെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി മാറണം. എന്നിട്ട് അതിനകത്ത സന്തോഷവും സമാധാനവും കൊണ്ട് ദൈവം നിങ്ങളെ മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. പ്രത്യാശ. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ജോലി മേഖല അടയപ്പെട്ട് കിടക്കുകയായിരിക്കും, സാമ്പത്തിക വഴികൾ അടയപ്പെട്ട് കിടക്കുകയായിരിക്കും, ആത്മീയ മേഖലകൾ ഒരു പക്ഷേ പുറത്തേക്ക് വരാൻ കഴിയാതെ കിടക്കുകയായിരിക്കും. പല തടസ്സങ്ങളുണ്ടാകാം, പല വെല്ലുവിളികളുണ്ടാകാം. അത് കാരണമായിരിക്കാം, ഇത് കാരണമായിരിക്കാം, ഒത്തിരി കാരണം, എന്തായാലും ഒരു റീസൺ ഉണ്ടാകുന്നുണ്ട്. അതിനെല്ലാം കാരണങ്ങൾ ഉണ്ടാകാതിരിക്കാം. പക്ഷേ വെല്ലുവിളികൾ, ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ, തന്ത്രവാദങ്ങൾ, ചിലപ്പോൾ ചിലരുടെ വാക്കുകൾ, ചിലരുടെ വർത്തമാനങ്ങൾ, ദേശവ്യാപകമായി പറഞ്ഞു നടക്കുന്ന ചിലത് ഒക്കെ നിന്റെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ നിന്റെ ഉയർച്ചകൾക്കും നിന്റെ അനുഗ്രഹങ്ങൾക്കും വെല്ലുവിളിയായിരിക്കാം. പക്ഷെ അതിനെയൊക്കെ പൊട്ടിക്കുന്ന ഒരു ശക്തി നിന്റെ അകത്തുണ്ട്. അത് പ്രത്യാശയുടെ ശക്തിയാണ്, പ്രതീക്ഷയുടെ ശക്തിയാണ്. അതിനെ ആത്മാവ് കൊണ്ട് വില കൊടുക്കാൻ തയ്യാറായാൽ, അതിനെ നീ ആത്മാവിൽ ബലപ്പെടുത്താൻ തയ്യാറായാൽ, ആത്മാവിൽ ഇതിനെ ആരാധിച്ചുകൊണ്ട് അതിനെ ഏറ്റെടുക്കുവാൻ തയ്യാറായാൽ, എന്ന് പറയാൻ ഉറപ്പുകളെ നിന്റെ വളർച്ചയ്ക്ക് വിരോധമായി നിൽക്കുന്ന സകല കാരണങ്ങളെ പൊട്ടിച്ചുകൊണ്ട്, അതിന് റീസണായി നിൽക്കുന്ന സകല വെല്ലുവിളികളെ വർദ്ധിച്ചു വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിന്റെ പ്രത്യാശയിലുള്ള സമാധാനവും സന്തോഷവും സ്വർഗ്ഗം നിനക്ക് കൈമാറത്തുള്ളൂ. വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളൊന്നും ഒന്നുമല്ലാതായി.
കാരാഗ്രഹത്തിനകത്ത് പൗലോസിന്റെ ഭാവിക്ക് ഭീഷണിയായി വെല്ലുവിളി ഉയർന്നു, തകർന്ന് തരിപ്പണമാക്കാൻ വെല്ലുവിളി ഉയർന്നു. ആത്മാവിന്റെ ശക്തിയിൽ ആരാധിച്ച് ബലമേറ്റെടുത്തുകൊണ്ട് പ്രത്യാശയിൽ ഉറച്ചു നിന്നപ്പോൾ, കർത്താവിൽ ആഴമായ പ്രത്യാശ വെച്ചപ്പോൾ, കാരാഗ്രഹത്തിന്റെ ഗേറ്റുകളെ തുറന്ന് ബന്ധനങ്ങളെ അഴിച്ച് ദൈവങ്ങളുടെ പ്രത്യാശയ്ക്ക് കൂടെ നിന്നു. സമാധാനവും സന്തോഷവും അവർക്ക് കൊടുത്തെങ്കിൽ വചനത്തിൽ അനേക ആയിരക്കണക്കിന് അഭിഷിക്തന്മാരെ അവരെ പ്രത്യാശ വെച്ച ദൈവത്തിൽ ഉറപ്പിച്ചുകൊണ്ട് അവരുടെ വെല്ലുവിളികൾ നേടുന്നു. അവർ ആത്മാവിൽ ബലമേറ്റെടുത്തുകൊണ്ട് അവർ പ്രത്യാശയോടെ നിൽക്കാൻ തയ്യാറായപ്പോൾ ദൈവം അതിനെല്ലാം മറുപടി കൊടുത്തെങ്കിൽ, ദൈവം അതിനെല്ലാം ഒരു അത്ഭുതത്തിന് മറുപടി കൊടുത്തെങ്കിൽ, സകല ദൈവജനത്തോട് വിളിച്ചു പറയുന്നു. ദേശത്തെ ദൈവജനങ്ങളുടെ വെല്ലുവിളികൾ, കുടുംബങ്ങൾക്കകത്ത് വെല്ലുവിളികൾ, നവജനത്തിന്റെ അന്തരീക്ഷത്തിനകത്ത് ആത്മാവിനെ പുറത്തെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് പ്രത്യാശ വയ്ക്കുന്ന ദൈവത്തിൽ ദൈവത്തെ ആരാധിച്ച് ആത്മാവിന്റെ ശക്തിയോടെ അതിന്റെ സന്തോഷം ഏറ്റെടുക്കുവാൻ പരിശുദ്ധാത്മാവാലോചന കൈമാറുകയാണ്. സമൃദ്ധിയുള്ളവരായി മാറണം. റോമാലേഖനം 12-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കേണ്ട അവിടെ പ്രത്യാശയിൽ നിങ്ങൾ സന്തോഷമുള്ളവരായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, പ്രത്യാശയിൽ സ്ഥിരതയുളവാക്കുക. രണ്ട്, പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരാകുക. മൂന്ന്, പ്രത്യാശയിൽ സന്തോഷമുള്ളവരായി മാറണം. എല്ലാ കാലത്തും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയില്ല മനുഷ്യന്. പക്ഷെ പ്രത്യാശയിൽ ഏത് സാഹചര്യത്തിലും സന്തോഷത്തോടെ ഇരിക്കാൻ നമുക്ക് കഴിയണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പ്രതീക്ഷകളെയും എല്ലാം തകർത്ത് തരിപ്പണമായി നിൽക്കുമ്പോഴും പ്രത്യാശയിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. ഇന്നിപ്പോഴൊന്നും നമുക്ക് ചിലതൊന്നും കാണില്ല. സ്തോത്രം. പക്ഷെ പ്രത്യാശയിൽ ആ വിഷയത്തിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. സ്തോത്രം. ഇന്നെനിക്ക് ചിലതില്ല എന്ന് വിചാരിച്ചു. മാനുഷികമായി ഇല്ല എന്ന വിഷയത്തിനകത്ത് എനിക്ക് വേദനയുണ്ട്, ഭാരമുണ്ട്, നേടിയെടുക്കാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം. പക്ഷേ പ്രത്യാശയിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രത്യാശ ചെയ്യാൻ പറ്റും. നമുക്ക് ആ വിഷയത്തിൽ സന്തോഷിക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇന്ന് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ചിലത് നമ്മളോട് കൂടെ ഇല്ല. നമുക്കൊരു വിഷയത്തിൽ നേടിത്തരാൻ സാധ്യതകളും നമ്മുടെ മുമ്പിലില്ല. ഹല്ലേലൂയ. വേദന മാത്രമാണ് ആ വിഷയത്തിൽ നമുക്ക് ഉരുവായിക്കൊണ്ടിരിക്കുന്നത്. ഭാരം മാത്രമാണ് നമുക്ക് ആ വിഷയത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്ന് നമുക്ക് നൽകിത്തരുന്നുണ്ട്. അതിൻ്റെ വിഷയത്തിൻ്റെ മേൽ അതിൻ്റെ മറുപടിയുടെ മേൽ ഒരു പ്രത്യാശ ദൈവത്തിൽ വയ്ക്കുന്നെങ്കിൽ നിനക്കതിൽ സന്തോഷിക്കുവാൻ കഴിയും. അങ്ങനെ സന്തോഷമുള്ളവരായാൽ ആ പ്രത്യാശയ്ക്ക് ഭംഗം വരാൻ ദൈവം അനുവദിക്കുന്നു. ഹല്ലേലൂയ. മൂന്ന്, പ്രത്യാശയിൽ എന്ത് ചെയ്യണം? സന്തോഷമുള്ളവരാകുക. സമൃദ്ധിയുള്ളവരാകുക എന്നതുമായി ചേർത്ത് തന്നെ ഇതും നമുക്ക് പറയാൻ കഴിയും. ഇല്ലാത്ത അവസ്ഥയിലും പ്രതീക്ഷയോടെ പ്രത്യാശയോടെ നമുക്ക് എന്ത് ചെയ്യാം? സന്തോഷിക്കാൻ പറ്റും. വിഷയങ്ങൾ എടുത്തു പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, നിങ്ങളൊരു വലിയ ഉദ്യമത്തിന് വേണ്ടി ഇരിക്കുകയാണ്. അത് പ്രാരംഭമായതുകൊണ്ട് തന്നെ അതിൻ്റെ വലിയൊരു ജിജ്ഞാസ നിങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് അതൊക്കെ ഒന്ന് കാണാനും കേൾക്കാനും ഒക്കെ ആ ഒരു ആവേശത്തോടെ ആയിരിക്കുന്നത്. അപ്പോൾ പ്രത്യാശയെക്കുറിച്ച് ഒത്തിരി എന്ന് പറഞ്ഞാൽ അതിലും വലിയ പ്രതീക്ഷ മറ്റൊരു തലത്തിൽ നിങ്ങളുടെ ഹൃദയം വെച്ചിരിക്കുന്നത് കൊണ്ട് എങ്കിലും ഈ സമയം അനുവദിക്കപ്പെട്ട ആ സമയത്തിനുള്ളിൽ തന്നെ നിർത്തുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാലാമത് ആ വിഷയത്തിൽ കാണുന്നത് പ്രത്യാശയിൽ നമ്മൾ പ്രശംസിക്കുന്നവരാകണം. ആമേൻ. ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളല്ലേ. പ്രത്യാശയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രശംസിക്കുന്നവരാകണം. ഒന്ന് വായിച്ച റോമാലേഖനം തന്നെ 5-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. റോമാർക്കെഴുതിയ ലേഖനം തന്നെ 5-ാം അധ്യായം 2 മുതൽ. നാം നിലനിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ എന്ത് ചെയ്തു? പ്രശംസിക്കുന്നു. ആമേൻ. ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. ഇവിടെ എല്ലാം ഉദ്ദേശിക്കുന്നത് നിത്യതയാണ്. ഇത് മറന്നു പോകരുത്. ഇത് മെയിൻ. ഈ പ്രത്യാശ ഏറ്റവും പ്രാധാന്യമായി നിൽക്കുന്ന ആരില്ല? ക്രിസ്തുവില, നിത്യതയില്ല. വചനത്തിന്റെ പ്രത്യാശ മുഴുവൻ കൊണ്ടെത്തിക്കുന്നതും
ദൈവ തേജസ്സിന്റെ ആ നിത്യതയിൽ, ആ ഒരു പ്രത്യാശയിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രശംസിക്കുന്നവരായി മാറണം. Praise the Lord. അതിലാണ് നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട്. ഞാൻ ഓർക്കാറ് യേശു കർത്താവിന്റെ മരണം അത് ആ കല്ലറയിൽ മരണത്തോടുകൂടെ അവസാനിച്ചിരുന്നെങ്കിൽ വല്ല പ്രതീക്ഷയ്ക്കും വകയുണ്ടോ? സ്വന്തം വല്ല പ്രത്യാശയ്ക്കും വകയുണ്ടോ? ഒരു വകയില്ല. നമ്മുടെ എല്ലാ പ്രത്യാശ യേശു ക്രിസ്തുവിന്റെ കല്ലറ കൊണ്ട് അത് അവസാനിച്ചിരുന്നെങ്കിൽ, മരണം കൊണ്ട് അവസാനിച്ചിരുന്നെങ്കിൽ നമുക്കൊന്നും ഒരു പ്രത്യാശയ്ക്കും വകയില്ല. നമ്മുടെ എല്ലാ പ്രത്യാശ മരണം കൊണ്ട് തീർന്നത്. സ്വതന്ത്രം അല്ലെ? കല്ലറ കൊണ്ട് മനുഷ്യന് പ്രത്യാശ വയ്ക്കാൻ പ്രയാസം. യേശു കർത്താവ് ഒരിക്കൽ മത്തായി സുവിശേഷത്തിനകത്ത് നമുക്കറിയാം, ശിഷ്യന്മാരോട് യേശു കർത്താവ് പറയുന്നുണ്ട്, ഞാൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോവാണ്. ഏൽപ്പിക്കപ്പെടാൻ പോവാണ് എന്ന് വാക്യം വായിക്കും. മത്തായി 17:22. അവർ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോവാ. അവർ അവനെ കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത വാക്യം വായിച്ചു. അവരോ ഏറ്റവും ദുഃഖിച്ചു. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോവാ. അവരവനെ കൊല്ലും. ഇത് കേട്ടപ്പോ അവരെന്ത് ചെയ്തു? നമുക്കും അതുപോലെ നമ്മളെല്ലാം ഈ ആദ്യത്തെ പാട്ടേ കേൾക്കുള്ളൂ. ആ വാക്യത്തിന്റെ ആദ്യത്തെ പാട്ട്. അടുത്ത ഭാഗം എന്താ പറയുക? അവൻ ഉയർത്തെഴുന്നേൽക്കും. അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പിടിയിട്ടുണ്ടോ? ആദ്യത്തെ പാട്ട് എല്ലാവരും കേൾക്കും. അവരെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകും, അവരവനെ കൊല്ലും. ഇത് കേട്ടപ്പോ അവരെല്ലാം രണ്ടാം പാട്ട് അവരെ കയ്യിലുണ്ട്. ഒരാമൻ പറഞ്ഞു. മനുഷ്യന്റെ എല്ലാം പ്രതീക്ഷയില്ല. ആദ്യത്തെ ഭാഗം മാത്രമേ അറിയത്തുള്ളൂ. നിനക്കൊരു കഷ്ടത വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രത്യാശയിലേക്കാ വഴിതിരിയുന്നത് പലതും അറിയുന്നില്ല. കഷ്ടത നമ്മൾ വായിച്ച 5-ാം ലേഖനത്തിൽ, റോമാലേഖനം 5-ാം അധ്യായത്തിനകത്ത് നാം താഴേക്ക് വായിച്ചു വരുമ്പോൾ ഇവിടെ കാണാൻ കഴിയുക, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. സ്വതന്ത്രം. ഇവിടെ യേശു കർത്താവ് മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു, കൊല്ലാൻ പോവനെ. പക്ഷെ അടുത്ത് പറയുന്നു പ്രത്യാശയ്ക്ക് വകയുണ്ട്, അവൻ ഉയർത്തെഴുന്നേൽക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നീ മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടാൽ അടുത്ത പദം എന്താണെന്നറിയാമോ? അവരുടെ പ്രത്യാശയ്ക്കുള്ള ഓപ്ഷനാണ്. യേശുവിന്റെ നാമത്തിൽ നീ ഒന്ന് കഷ്ടതയിലേക്ക് പോയാൽ അത് പോകുന്ന എങ്ങോട്ടാണെന്നറിയാമോ? അത് പ്രത്യാശയിലേക്ക്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. നീ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില കഷ്ടതകൾക്കകത്ത് അത് വലിയൊരു പ്രത്യാശയിലേക്ക് നിന്നെ നയിക്കുന്നുണ്ടെന്ന് ഇന്ന് രാത്രി പകൽ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുതയും, ആ സഹിഷ്ണുത സിദ്ധതയും. എന്തോ സിദ്ധത? ഹല്ലേലൂയ. സിദ്ധത എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഈ NIV കാണുന്നത് ക്യാരക്ടർ, അഭ്യാസത്താൽ നേടിയ ഒരു സിദ്ധി. അതിനെ ശരിക്കും പറഞ്ഞ സിദ്ധത എന്ന പദം ഉപയോഗിക്കുന്നത്. ക്യാരക്ടർ, ഒരു നല്ല സ്വഭാവത്തിലേക്ക്. കഷ്ടത എവിടെ കൊണ്ടുപോയി? ഒരുവനെ സഹിഷ്ണുത പഠിപ്പിച്ചു. ഭയങ്കര വെയിൽ കലി ഉണ്ടായിരുന്ന ഒരാളെ ദൈവം പിടിച്ച് കഷ്ടത്തിലാക്കിയപ്പോൾ സ്വന്തമായിട്ട് കരയാൻ കഴിയാത്ത നിലവാരം എല്ലാം ദൈവം മാറ്റിയിട്ട് ദൈവമായിട്ട് സകലത അടച്ചു പൂട്ടിക്കെട്ടി അവനെ ഒതുക്കി വെച്ചപ്പോൾ അവൻ എന്ത് പഠിച്ചു? സഹിഷ്ണുത പഠിച്ചു, പഠിപ്പിച്ചു ദൈവം. ഇതിനു വേണ്ടി അവനെ പ്രത്യാശയിലേക്ക് കൊണ്ടുവരാൻ. അല്ലെ, ഇവിടെ ഇരിക്കുന്ന പുള്ളികളെല്ലാം ആരാ പാറ്റിയതല്ലേ? കർത്താവ് കഷ്ടത പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ, കർത്താവ് നമ്മളെ കഷ്ടത്തിലാക്കിയില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരാ? ജഗജീവികൾ. സ്വതന്ത്രം അല്ലേ? ഞാൻ ഉൾപ്പെടെ, ഇവിടെ ഇരിക്കുന്ന ദേവദാസൻ ഉൾപ്പെടെ നിങ്ങൾ ഓരോരുത്തരും ആരും അതിനകത്ത് നിന്നൊഴിവില്ല. ദൈവം സകല മേഖലകളും അടച്ച് സഹിഷ്ണുത പഠിപ്പിച്ചിട്ട് അവിടുന്ന് നമ്മളെ സിദ്ധയിലേക്ക്, ഒരു സ്വഭാവ രൂപീകരണത്തിലേക്ക്, അഭ്യാസത്തിലൂടെ നമ്മളെ കൊണ്ടുവന്നിട്ട് ആ സിദ്ധതയിൽ നിന്ന് പ്രത്യാശയിലേക്ക് നമ്മെ കൊണ്ടുവരിക. ആ വാക്യത്തിന്റെ അവസാനത്ത് വായിച്ച ആ വാങ്ങൂടെ, അങ്ങനെയുള്ള പ്രത്യാശയ്ക്ക് വന്നം
പ്രത്യാശയിൽ പ്രശംസിക്കണമെന്ന് പറഞ്ഞത് അതിനർത്ഥം കഷ്ടതയിലും എന്ത് ചെയ്യണമത്? ആ കഷ്ടത വരുമ്പോഴും പ്രത്യാശയോടെ അതിൽ പ്രശംസിക്കാൻ ഒരു ദൈവ പൈതലിന് കഴിയണം. ആ റൂട്ടിൽ വരുന്നവനായ യഥാർത്ഥ പ്രത്യാശയുടെ ഭാഗമായി മാറുന്നത്. നമ്മൾ പലപ്പോഴും കഷ്ടങ്ങളിലൂടെ വന്നിട്ടുണ്ട്, അവിടുത്തെ സഹിഷ്ണുതയെ ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ സിദ്ധതയിലേക്ക് വന്നപ്പോൾ വീണ്ടും നമ്മളെ കഷ്ടത്തിലാക്കുന്ന സ്വഭാവമാണ് പിന്നെ വരിക. പ്രത്യാശയിലോട്ട് അങ്ങോട്ട് കയറുന്നില്ല. ഒരാമയും പറഞ്ഞ് കഷ്ടത ദൈവം ഇഷ്ടം പോലെ ഇട്ടു, എന്നിട്ട് സഹിഷ്ണുത ശരിക്കും അവിടെ ഇട്ട് പഠിപ്പിച്ചു. അവിടുന്ന് പഠിപ്പിച്ചിട്ട് സിദ്ധതയിലേക്ക് കൊണ്ട് വന്നിട്ട് ഇന്ന് വരെയും ദൈവത്തിന് നമ്മൾ ശരിയാക്കാൻ പറ്റാതെ പോയൊരു മേഖലയാണ് സിദ്ധതയുടെ മേഖല. അഭ്യാസങ്ങളുടെ സിദ്ധി പഠിപ്പിച്ചിട്ട് ഒരു സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ട് ഇന്ന് വരെ ദൈവത്തിന് പറ്റുന്നില്ല. അത് ഇസ്രായേൽ മക്കളെ 40 കൊല്ലം മരുഭൂമിക്കകത്തിട്ട് പഠിപ്പിച്ചു നോക്കി. സ്വതന്ത്രം അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ പറയുന്നത് 40 കൊല്ലം ഞാൻ അവരുടെ സ്വഭാവത്തെ സഹിച്ചു. 95-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് 40 ആണ്ടിലേക്ക് തലമുറയോട് നീരസമുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രത്യാശയിൽ അവർ പ്രവേശിച്ചില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്തുവാ? കഷ്ടത്തിൽ നിന്ന് സിദ്ധത വരെ പോകും, പക്ഷെ വീണ്ടും കഷ്ടത്തിലേക്ക് വരും, പ്രത്യാശയിലേക്ക് കയറുന്നില്ല. ആമേൻ, ആമേൻ. ഒരു നല്ല ഹല്ലേലൂയ പറയുന്നു. അതുകൊണ്ടല്ലേ കഷ്ടങ്ങളില്ലേ മാറാതെ 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 നമ്മൾ ഇങ്ങനെ കിടക്കുന്നത്. ദൈവവചന പ്രകാരം ദൈവം സകല സമൃദ്ധിയിലും നമ്മളെ അനുഗ്രഹിക്കേണ്ടതാണ്. ഞാൻ കഴിഞ്ഞിടങ്ങളിൽ എൻ്റെ സഭയിൽ നടത്തിയൊരു മെസ്സേജിനകത്ത് എന്നെ ദൈവം ചിന്തിപ്പിച്ചൊരു ചിന്തയുണ്ട്. ഹല്ലേലൂയ. ദൈവവചനത്തിനകത്ത് കഷ്ടങ്ങൾ അനുഭവിച്ചത് മാത്രം നാം പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ അവരനുഭവിച്ച നന്മ പലപ്പോഴും നാം ചർച്ച ചെയ്യാറില്ല. ഹല്ലേലൂയ. 15 വർഷക്കാലം യോസേഫ് എന്ത് ചെയ്തു? കഷ്ടത അനുഭവിച്ചു. പക്ഷെ ബാക്കിയുള്ള 110 വയസ്സാണ് യോസേഫിന് ഉണ്ടായിരുന്നത്. ആ 110 വയസ്സുള്ള യോസേഫ് 110 വയസ്സുള്ളവനായി മരിക്കുന്നു. അപ്പോൾ 15 വർഷമേ അതിനകത്ത് അവൻ കഷ്ടത അനുഭവിച്ചുള്ളൂ. ബാക്കി 95 വർഷവും ഉന്നത നിലയിൽ ജീവിച്ചവനാണ്. ആദ്യത്തെ 15 വർഷം കുടുംബത്തിനകത്ത് അവൻ ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ ആഹാരം. മറ്റുള്ളവർ ജോലിക്ക് പോകുന്നത് പോലെ അവന് ജോലിക്ക് പോകേണ്ട. അവൻ അപ്പൻ്റെ പെറ്റായിട്ട് ആ കുടുംബത്തിനകത്ത് അവിടുത്തെ ഉന്നതനായിട്ട് വളർന്നു. എന്നാൽ അടുത്ത 15 വർഷം ഏറ്റവും കഷ്ടങ്ങളിലേക്ക് അവൻ ആണ്ടുപോയി. പക്ഷേ 15 കഴിഞ്ഞപ്പോൾ 30 വയസ്സായപ്പോൾ അവനെ ഉന്നത സ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുവന്നു. ആ ഉന്നത സ്ഥാനങ്ങളിലാണ് പിന്നീട് അവന്റെ ജീവിതം മുഴുവൻ 85 വർഷങ്ങൾ നീണ്ട 85 വർഷങ്ങൾ രാജകീയ തലത്തിൽ ജീവിപ്പാൻ ദൈവം അവനെ അനുവദിച്ചു. അവന്റെ കഷ്ടത്തിനകത്ത് സഹിഷ്ണുത പഠിച്ചു. ആ സഹിഷ്ണുതയ്ക്കകത്ത് അവന്റെ സ്വഭാവം ശരിയായപ്പോൾ ദൈവം പ്രത്യാശ വെച്ച ആ സ്ഥാനത്തേക്ക് ദൈവം അവനെ കയറ്റി നിർത്തി. അതുകൊണ്ട് പ്രത്യാശയിൽ ആ കഷ്ടത്തിനകത്തും അവൻ പ്രശംസിച്ചതുകൊണ്ട് അവനെ കഷ്ടത്തിലാക്കിയവരെ അവൻ ബുദ്ധിമുട്ടിച്ചില്ല. അവനെ കഷ്ടത്തിലാക്കിയവരോട് അവൻ പിണങ്ങിയില്ല. അവനോട് വാദിക്കാനെന്നില്ല. അവനോട് യുദ്ധത്തിന് നിന്നില്ല. അവനെ അവൻ സ്നേഹത്തോടെ കരുതി. ആ കഷ്ടങ്ങൾ കരുത് അവനെ സമൃദ്ധിയിലെത്തിച്ചപ്പോൾ അവൻ ആ കഷ്ടത്തിലാക്കിയവരെ. ഇതെപ്പോഴാണ് പഠിച്ചത്? കഷ്ടത്തിൽ പോയപ്പോഴല്ല ദൈവമക്കളെ. അവന്റെ സിദ്ധതയ്ക്കകത്ത് അവന്റെ സ്വഭാവത്തിനകത്ത് അവൻ ഉറപ്പിച്ചു, ഞാൻ പ്രത്യാശിക്കുന്ന ദൈവം എന്നെ ഉയർത്തുന്ന ഒരു സമയമുണ്ട്. ആ ഉയർത്തുന്ന സമയത്ത് എന്നെ കഷ്ടത്തിലാക്കിയവർ എന്റെ അരികിൽ വരുമെന്നും അവരോട് ഞാൻ എങ്ങനെ പെരുമാറണമെന്നും അവന്റെ സിദ്ധതയ്ക്കകത്ത് കഷ്ടത്തിന്റെ ഇടയിൽ തന്നെ അവൻ അതിനെ ഉറപ്പിച്ചിരുന്നു. അതിനവനെ സഹായമാക്കിയത് അതിലല്ലെങ്കിൽ അതിലവനെ എന്ത് ചെയ്തു? അവനെ അതിലേക്ക് അവനെ കൊണ്ടുവന്നത് അതവന്റെ പ്രത്യാശയാണ്. ദാവീദ് 30 വർഷക്കാലം കഷ്ടങ്ങളിലേക്ക് കണ്ടുപോയി അലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ടി വന്നു. പക്ഷെ അടുത്ത 40 വർഷം അവൻ ജീവിച്ചത് രാജകീയ തലങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ആകണം പൗലോസ് ഒരു ആലോചന പറഞ്ഞത്, നൊടിനേരത്തേക്കുള്ള കഷ്ടങ്ങൾ, ലഘുവായ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആ കഷ്ടത നമ്മളെ പ്രത്യാശയിലേക്ക് നയിക്കുന്നു. നിങ്ങൾ ഒത്തിരി എടുത്തു. നമ്മൾ കഷ്ടതയുടെ ആഴം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് യോബിന്റെ കഷ്ടത സകലം നഷ്ടമായി. പക്ഷെ ദൈവം എന്ത് ചെയ്തു? ഇരട്ടിയായി കൊടുത്തു. പിന്നീടുള്ള അവന്റെ ജീവിതം ആ കഷ്ടങ്ങൾക്കകത്ത് അവൻ ഒത്തിരി ജരുകി. പക്ഷെ ആ പിന്നീടുള്ളവന്റെ ജീവിതം ഏറ്റവും ഉന്നതമായ നിലയിലായിരുന്നു. ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്
പിന്നെ പുതിയ നിയമത്തിന് അതിനകത്ത് വേറൊരു വേഷം നമുക്ക് കാണാൻ കഴിയുക. അപ്പോസ്തലന്മാരെ ദൈവം അനുഗ്രഹിക്കുന്നു. പക്ഷേ അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ച് അതെല്ലാം ചപ്പന്നും ചവറന്ന് വേണ്ടിയതാ കാര്യം. ഇഷ്ടം പോലെ അല്ലെങ്കിൽ പൗലോസ് ജീവിക്കുന്ന ആഗ്രഹിക്കുകയാണ് കപ്പൽ നിറയെ സാധനമായിട്ട് ഇഷ്ടം പോലെ പ്രാവശ്യം വരാൻ വേണ്ടി. സ്തോത്രം. രാമൻ പറഞ്ഞു ഒറ്റ ശുശ്രൂഷയ്ക്ക് മെലീത്ത ദ്വീപിലെ ഒറ്റ ശുശ്രൂഷകൾക്ക് അവിടെ നടന്ന ശുശ്രൂഷകൾക്ക് ആധാരമായി പൗലോസിന് കിട്ടിയ സമ്മാനങ്ങൾ ഒരു കപ്പൽ നിറയെ സാധനമായിട്ട് റോമിലേക്ക് പൗലോസ് എന്ത് ചെയ്തത് പോകുന്നു. പൗലോസ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഒരു വർഷത്തിന് സമൃദ്ധിയോടെ ജീവിപ്പാൻ ദൈവം അവനെ അനുവദിക്കുമായിരുന്നു. പക്ഷെ ഒരർത്ഥത്തിൽ അവർ സമൃദ്ധിയുള്ളവരായി, ഏതർത്ഥത്തിൽ? ആത്മീയ തലത്തിൽ അവർ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി മാറി. നമ്മുടെ കഷ്ടത പറയുകയും ചെയ്യും. ആത്മീയത്തിൽ ഉയർച്ചയുണ്ടോ? അതിലുമില്ല. ഭൗതികത്തിൽ ഉയർച്ചയുണ്ടോ? അതിലുമില്ല. സ്വതം രാമൻ പറഞ്ഞു നമ്മൾ കഷ്ടങ്ങൾ എടുത്തെന്ന് പറയും. എന്നാ ഉടുതുണിക്ക് മറന്നില്ല, അതില്ലായിരുന്നു, ഇതില്ലായിരുന്നു, നമുക്ക് അങ്ങനെയായിരുന്നു. നമ്മൾ കഷ്ടങ്ങൾ ഒത്തിരി നടന്നു പോയിട്ടുണ്ട്, ഒത്തിരി ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ഈ കഷ്ടങ്ങളിലൊക്കെ വെച്ച പ്രത്യാശ എന്തുകൊണ്ട് ഇതുവരെ പ്രാപിക്കാൻ പറ്റില്ല? കഷ്ടങ്ങളുടെ ആയുസ് കുറവല്ലേ? ദൈവത്തിന്റെ പ്രത്യാശ നിങ്ങൾ ഓർത്തു വയ്ക്കേ. ഏകദേശം 70-80 വയസ്സ് വരെ ഇവിടെ ജീവിച്ചിരിക്കുന്നു. പക്ഷെ അതിന്റെ പ്രത്യാശയോ? നിത്യമായ ജീവിതം. അനുഗ്രഹത്തിന്റെ, ദൈവത്തിന്റെ നന്മയുടെ പ്രത്യാശിക്കുന്നതിലൂടെ അനുഗ്രഹത്തിന്റെ ആഴവും വ്യാപ്തിയും വളരെ നീണ്ടതാ. കഷ്ടം ലഘുവാ, വേദനകൾ ലഘുവാ. ഇവൻ യേശു കർത്താവ് പോലും ആ പാഷൻ ഓഫ് ദി വീക്കിൽ അല്ലെങ്കിൽ ആ ഒരാഴ്ച ശരിക്കും ഒരു കഷ്ടം അനുഭവിച്ചത്. അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് വന്നത് കാൽവറിയിലേക്ക് വരുമ്പോഴാണ്. അധികം അനുഭവിച്ചു. സ്വതന്ത്രം. ഇനി അഥവാ കഷ്ടങ്ങളിൽ ഓർത്തു വയ്ക്കുക, ആ കഷ്ടങ്ങൾക്കകത്ത് പോലും ദൈവം അവരോട് കൂടെ നിൽക്കുക ഇല്ലേ? സത്യം പറഞ്ഞാൽ യോസഫിനെ കൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുന്നു. ആ തള്ളിയിടുമ്പോഴും ആ അവരുടെ മൂത്ത ചേട്ടനായ രൂപേന് അവനോടൊരു അനുകമ്പ തോന്നുന്നില്ലേ? പോത്തിഫറിന്റെ ഭവനത്തിൽ ചെല്ലുമ്പോഴും അവിടെ സാധാരണ ഒരു വേലക്കാരനായിട്ടാണ് ജീവിക്കുന്നത്. ആ ഭവനത്തിലെ സകല കാര്യങ്ങൾ നിർവഹിക്കാനുള്ള അധികാരം കൊടുത്ത് അവനെ നിർത്തിയിരിക്കുന്നത് അവിടെ. ഇതെല്ലാം കഴിഞ്ഞ് കാരാഗ്രഹത്തിൽ ചെന്നപ്പോഴോ അവിടെ കാരാഗ്രഹ പ്രമാണിക്ക് അവനോടൊരു താല്പര്യം. സത്യം പറഞ്ഞ കഷ്ടത്തിനകത്തും അവൻ സമൃദ്ധിയോടെ ജീവിക്കും. നിങ്ങൾ ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്ര എടുത്ത് പരിശോധിച്ച് സാധാരണഗതിയിൽ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ അനുഭവിക്കേണ്ട ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടതകൾക്ക് അവർ അനുഭവിക്കാൻ ദൈവം സമ്മതിച്ചോ? ചൂടവരേക്കാൻ സമ്മതിച്ചോ? രാത്രിയെ തണുപ്പവരെ സമ്മതിച്ചോ? മരുഭൂമി എന്ന് പറഞ്ഞ വെള്ളമില്ലാത്ത അവസ്ഥയാണ്. പക്ഷെ വെള്ളത്തിന് വല്ല കുറവുണ്ടായോ? ആ മരുഭൂമിക്കകത്ത് നദി വെട്ടി ദൈവം. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ആഹാരത്തിന് വലിയ വിഷയമാണ്. പക്ഷെ സ്വർഗത്തിൽ എത്തിച്ചു കൊടുത്തോണ്ടിരുന്നു. 40 വർഷവും മന ഭക്ഷിച്ചു. രാമൻ പറഞ്ഞു ആഹാരത്തിനോ മറ്റു വലതിനുമോ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ എന്ത് ചെയ്തില്ല? ദൈവം സമ്മതിച്ചില്ല. നിന്റെ കഷ്ടങ്ങൾക്കകത്തു പോലും നിന്നോട് ഇടപെടുന്ന, നിന്നെ സമൃദ്ധിയോടെ നയിക്കുന്ന, അതിനെ അതിജീവിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണാൻ കഴിയും. ഇവിടെ യെശയ്യാവിൽ പറയുന്നത്, വെള്ളം നിനക്ക് മീതെ കവിഞ്ഞാലും നീ ഭാരപ്പെടണം. ഞാൻ നിന്നോട് തീ നിന്നെ ദഹിപ്പിച്ചേക്കാം, തീക്കകത്തൂടെ നീ കടന്നു പോകും, പക്ഷെ വെന്തു പോകാൻ ഒരമ്മ പറഞ്ഞു. തീ മാറ്റിത്തരാം, വെള്ളം മാറ്റിത്തരാം, നിന്റെ കഷ്ടത മാറ്റിത്തരാം, നിന്റെ ഭാരങ്ങൾ മാറ്റിത്തരാം, നിന്റെ വേദനകൾ മാറ്റിത്തരാം, നിന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരാം എന്നല്ല ദൈവം പറയുന്നത്. അതിനെ മറികടക്കാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്, അതിനെ അതിജീവിക്കാൻ ഞാൻ നിന്റെ കൂടെയുണ്ട്, അതിനെ ജയിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. ആ കഷ്ടത്തിനകത്തൂടെ കടന്നു പോകുമ്പോൾ ഒരു പ്രത്യാശ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ ഇതിനെ ഒന്ന് അതിജീവിച്ചാൽ, നീ ഇതിനെ ഒന്ന് മറികടന്നാൽ, ഇതിനെ ഒന്ന് ജയിക്കാൻ തയ്യാറായാൽ, അതിനപ്പുറത്തെ പ്രത്യാശയുടെ സന്തോഷവും സമാധാനവും ഞാൻ നിനക്ക് നടക്കാം. പ്രത്യാശകളിൽ പ്രശംസിക്കണം. കഷ്ടത വരുന്നുണ്ട്, പക്ഷേ ആ കഷ്ടത നിങ്ങൾ പ്രത്യാശയിലേക്ക് നയിക്കുന്നുണ്ട്. ആ പ്രത്യാശയുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യാശ എന്ത് ചെയ്യണം? പ്രശംസിക്കണം. റോമാലേഖനം 8-ാം അധ്യായം 24-25 വാക്യം ഒന്ന് വായിച്ചു. രക്ഷിക്കപ്പെട്ടത് പോലും എന്താണ്? സ്വതന്ത്രം വളരെ പ്രാധാന്യമുള്ളതാണ്.
പൗലോസിന്റെ തന്നെ ചിന്തയിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്ന കൂട്ടത്തിലുള്ള ഒന്നാ പ്രത്യാശ. എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ അവസാനിച്ചാലും നിലനിൽക്കുന്ന മൂന്ന് കാര്യങ്ങൾ. ലോകത്തിനൊരു അവസാനമുണ്ട്, ഇനി നമുക്കൊരു അവസാനമുണ്ട്. ലോകത്തിനൊരു അവസാനമുണ്ട്. ഭൂമി മൊത്തം മാറിപ്പോയാലും നിന്റെ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നിലനിൽക്കും. അങ്ങ് നിത്യതയും നിലനിൽക്കും എന്നുള്ള പദം എറ്റേണലാ. ഒരാമൻ പറഞ്ഞേ. നീ ഇവിടെ ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസം അവിടെയും നിൽക്കുക. നീ ഇവിടെ പ്രത്യാശിക്കുന്ന പ്രത്യാശ അത് അവിടെയും നിൽക്കുകയാ. ഇവിടെ നീ സ്നേഹിക്കുന്ന സ്നേഹം അത് അവിടെയും നിൽക്കുകയാ. ഇതിൽ വരുന്ന സ്നേഹം പക്ഷെ നിലനിൽക്കുന്നത് എന്ത്? പ്രത്യാശ. സ്തോത്രം. അവന് ചെറിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടതുപോലും എന്താണ്? പ്രത്യാശയിലാണ്. ആ പ്രത്യാശയ്ക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കണം. അതാണ് ആ പദം. ഒന്ന്, പ്രത്യാശയിൽ സമൃദ്ധി ഉണ്ടാവണം, പ്രത്യാശയിൽ സ്ഥിരത ഉണ്ടാവണം, പ്രത്യാശയിൽ സന്തോഷമുള്ളവരായി മാറണം. അതുപോലെ പ്രത്യാശയ്ക്ക് ക്ഷമയോടെ കാത്തിരിക്കുന്നവരാകണം. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഇതുവരെ നിന്റെ കൺമുമ്പിൽ കാണാത്തതിന് വേണ്ടിയാ നിത്യത. കണ്ടിട്ടില്ല. ഏകദേശം ഞാൻ എൻ്റെ ഒരു ചിന്തയിൽ ഞാനിങ്ങനെ പറയാറുണ്ട്, സ്വർഗത്തെ കുറിച്ച് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്രമേ ദൈവം പറഞ്ഞിട്ടുള്ളൂ. ദൈവത്തിന് പറയാൻ പറ്റുള്ളൂ. അതിനർത്ഥം സ്വർഗത്തെ കുറിച്ച് 1% പോലും ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ഈ കാണുന്നതോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അഹങ്കാരം പൗലോസിന് മാത്രമുള്ളത്. എങ്ങനെ പറയണം പോലും പൗലോസിന് പറയുന്നതുകൊണ്ട് പ്രയോജനമില്ല. പൗലോസ് തന്നെ പറഞ്ഞു, മനസ്സിലാകുന്നില്ല, പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല പൗലോസിന്. അത് കണ്ടേച്ച് വന്നുകൊണ്ടാണ് പുള്ളിക്ക് ഒന്നിനും പേടിയില്ലതായി. പറഞ്ഞു പുള്ളി ഇളക്കാൻ നോക്കി, ഉലിക്കാൻ നോക്കി, ഉപദ്രവിക്കാൻ നോക്കി, തകർക്കാൻ നോക്കി, പല ഭീഷണികൾ നോക്കി, പല രീതിയിൽ നോക്കി. പക്ഷെ ഒന്നിനും പുള്ളി പേടിക്കാത്തത് അവിടെ കയറി കണ്ടേച്ചു വരുവാ. ഒന്നാം സ്വർഗത്തോളം കയറിയ നിത്യതയുടെ ഏകദേശം ഒരു അനുഭവം, ഒരു പിക്ചർ ലോകത്തിൽ പ്രാപിച്ചൊരു മനുഷ്യനാ മോശയും അതുപോലെ തന്നെ ഹല്ലേലൂയ പൗലോസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ. അവരുടെ കൂടെ പോയി ആരും പാർത്തു? മോശയും പോയി മലമുകളിലാണ് പോയി പാർത്തു. പക്ഷെ ഒരു പടി കൂടെ പൗലോസ് അതിന് വേളിക്കുന്നു. ഒന്നാം സ്വർഗത്തിൽ ചെന്ന് കണ്ടേച്ച് ഇറങ്ങി വന്നിച്ച് വിവരിക്കാൻ പറ്റുന്നില്ല, പറയാൻ പറ്റുന്നില്ല. നമ്മളെ ഉള്ളൂ എന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ. അപ്പോൾ നിത്യതയെ കുറിച്ച് ദൈവം ആ ഒരു തലങ്ങളെ കുറിച്ച് ഒരു നല്ലൊരു ശതമാനവും ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല. അത് കാണാത്ത ഭാഗമാണ്. സ്തോത്രം. ഇതൊന്നും വെളിപ്പെടുത്തി ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ട് ചെറിയൊരു ഐഡിയക്കകത്താണ് നമ്മൾ വിശ്വസിക്കുന്നത്. സ്തോത്രം. സ്തോത്രം. അതാ വലുത് എന്ന് വചനം നമ്മളോട് പറയും. കാണുന്ന പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നതിനാ. കണ്ട കാര്യത്തിന് വേണ്ടി എന്തിനാ പ്രത്യാശിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാണാത്ത ദൈവപ്രവൃത്തിക്ക് വേണ്ടി നീ പ്രത്യാശിക്കുക. എന്നിട്ട് അതിനു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിൽ നീ പ്രത്യാശ വെക്കുന്നെങ്കിൽ ചെറുതിൽ പ്രത്യാശ വെക്കരുത്, വലിയ തലങ്ങളിൽ പ്രത്യാശിക്കണം. എന്നിട്ട് ആ പ്രത്യാശ ക്ഷമയോടെ കാത്തിരിക്കണം. എങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നിനക്ക് പ്രാപിക്കാൻ പറ്റും. അപ്പൊ കാണാത്തതിനെ എന്ത് ചെയ്യണം? പ്രത്യാശിക്കണം. ഞാൻ വാക്കുകൾ വ്യവസായം 5 പോയിന്റ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. അത് എഴുതിയിടുന്നത് മറന്നു പോകരുത് ഹൃദയത്തിൽ. അതുപോലെ പ്രത്യാശ നമുക്ക് പ്രാധാന്യമുള്ളത് നിലനിൽക്കുന്ന ഒന്ന്. അതിനകത്ത് നിങ്ങൾ സമൃദ്ധിയുള്ളവരാകുക, സ്ഥിരതയുള്ളവരാകുക, സന്തോഷമുള്ളവരാകുക. അതുപോലെ എന്ത് ചെയ്യണം? പ്രശംസിക്കുന്നവരായി മാറുക. പിന്നീട് നമ്മൾ പറഞ്ഞത് ക്ഷമയോടെ അതിനു വേണ്ടി കാത്തിരിക്കുന്നവരായി മാറുക.